ഹാഫിദ് ഇബ്നു അഹ്മദ് അൽ ഹക്കമി റഹിമഹുല്ലാ അവരുടെ കവിത സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിസി ഇൽമിൽ ഉസൂൽ. വിഷയം ഈമാനിൻ്റെ തഫാവുത്ത്, ഏറ്റക്കുറച്ചിൽ. കവിത തുടരുകയാണ്. അടുത്ത ഫസൽ. ഫസുലുൻ ഫി കൗനിൽ ഈമാനി യസീദു ബിത്വാഅത്തി വയൻഖുസു ഫിൽ മഅസിയത്തി. ഫസുലുൻ, ഇതൊരു പിരിച്ചിലാണ്, ഭാഗം. ഫി കൗനിൽ ഈമാനി, ഈമാൻ ആകുന്ന വിഷയത്തിൽ, യസീദു, അത് വർദ്ധിക്കുന്നു, ബിത്വാഅത്തി, അള്ളാഹുവിന് വഴിപ്പെടൽ കൊണ്ട്, വയൻഖുസു, അത് കുറയുകയും ചെയ്യുന്നു, ബിൽ മഅസിയത്തി, അള്ളാഹുവിന് ധിക്കരിക്കൽ കൊണ്ട്. അപ്പോൾ ത്വാഅത്ത് കൊണ്ട്, അള്ളാഹുവിന് ഇത്താഅത്ത് വഴിപ്പെടൽ കൊണ്ട് ഈമാൻ വർദ്ധിക്കുകയും അള്ളാഹുവിന് ധിക്കരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട് ഈമാൻ കുറയുകയും ചെയ്യും എന്നതാണ്. വ അന്ന ഫാസിഖ അഹ്ലിൽ മില്ലത്തി, മില്ലത്തിലെ, അതായത് ഇസ്ലാമിക സമൂഹത്തിലെ ഫാസിഖ്, അധർമ്മിയായിട്ടുള്ള, ഫിസ്ക്, ധാരാളമായിട്ട് തെറ്റുകൾ ചെയ്യുന്ന വ്യക്തി, ലാ യക്ഫുറു ബിദംബിൻ, പാപം കൊണ്ട് അയാൾ കാഫിറാകുകയില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. ദൂന ഷിർക്ക്, ഷിർക്കിൽ താഴെയുള്ള, ഷിർക്കല്ലാത്ത പാപങ്ങൾ കൊണ്ട് ഒരാൾ കാഫിറാകില്ല എന്നതാണ്. ഇല്ലാ ഇദസ്തഹല്ലഹു, അത് അയാൾ അനുവദനീയമാക്കിയാൽ ഒഴികെ. എന്ന് പറഞ്ഞാൽ ഒരു ഹറാമായ പ്രവൃത്തി അത് അയാൾ അനുവദനീയമാണെന്ന് വിശ്വസിച്ചാൽ അയാൾ കാഫിറാകും. വഅന്നഹു തഹ്തൽ മശീഅത്തി, അങ്ങനെ പാപങ്ങൾ ചെയ്ത വ്യക്തി, ധാരാളം പാപങ്ങൾ ചെയ്ത വ്യക്തി, അയാൾ അള്ളാഹുവിൻ്റെ മശീഅത്തിലായിരിക്കും. അള്ളാഹുവിൻ്റെ മശീഅത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയാൾക്ക് അയാൾ തൗബ കൂടാതെ മരിച്ച വ്യക്തിയാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ മശീഅത്ത് പ്രകാരം അവൻ്റെ ഔദാര്യം കൊണ്ട് മാപ്പ് നൽകിയേക്കാം. അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കാതെ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം. അതല്ലെങ്കിൽ അവൻ നിശ്ചിത കാലം നരകത്തിൽ പ്രവേശിപ്പിച്ചിട്ട് പിന്നീട് സ്വർഗപ്രവേശനം നൽകുകയും ചെയ്തേക്കാം. അതാണ് അള്ളാഹുവിൻ്റെ മശീയത്തിൻ്റെ കീഴിലാണ് എന്ന് പറയുന്നത്. അന്ന തൗബത മഖ്ബൂലത്തുൻ മാലം യുഗർഗിർ, തൗബ സ്വീകാര്യമാണ്, മാലം യുഗർഗിർ, അതായത് ഗർഗറത്ത്, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന അവസ്ഥയാണ് ഗർഗറത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ, ഒരാൾ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന അവസ്ഥയിൽ എത്തുന്നത് വരെ അയാളുടെ തൗബ സ്വീകരിക്കുന്നതാണ്. എന്നാൽ ഞാൻ മരിക്കാൻ ഒരു രക്ഷയില്ല എന്ന് ഉറച്ച ബോധ്യപ്പെട്ടുവല്ലോ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ആ സമയത്തുള്ള തൗബ സ്വീകരിക്കുന്നതല്ല എന്നതാണ്. കവിത. ഈമാനുനാ യസീദു ബിത്താഅത്തി വനഖ്സുഹു യകൂനു ബിസ്സല്ലാത്തി വഅഹ്ലുഹു ഫീഹി അലാ തഫാദുലി ഹൽ അൻത കൽ അംലാകി ഔ കറുസുലി والفاسق الملي ذو العصيان لم ينفع عنه مطلق الإيمان لكن بقدر الفسق والمعاصي إيمانه ما زال في انتقاصي ولا نقول إنه في النار مخلد بل أمره للباري تحت مشيئة الإله النافذة إن شاء فعنه وإن شاء أخذه بقدر ذنبه إلى الجنان يخرج إن مات على الإيمان والأرض تيسير الحساب في النبأ من يناقش الحساب حذبا ولا نكفر بالمعاصي مؤمنا ولا نكفر بالمعاصي مؤمنا إلا ما
استحلاله لما جنى وتقبل التوبة قبل الغرغرة كما أتى في الشريعة المطهرة أما متى تطلق عن طالبها فبطلوع الشمس من مغربها إيماننا يزيد بالطاعات ونقصه يكون بالزلات ഈമാനുന നമ്മുടെ ഈമാൻ സത്യവിശ്വാസം യസീദു അത് വർദ്ധിക്കുന്നു ബിത്വാഅത്ത് അള്ളാഹുവിന് വഴിപ്പെടൽ കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുന്ന പ്രവർത്തനങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്താകും ഈമാൻ സത്യവിശ്വാസം വർദ്ധിക്കും എന്ന് വനഖസുഹു അതിൻ്റെ കുറവ് വരൽ എങ്ങനെയാണ് യകൂനു അതാകുന്നു ബിസ്സല്ലാത്തി വ്യതിചലനങ്ങൾ കൊണ്ട് ഡൈവേഷൻസ് സത്യത്തിൽ നിന്ന് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുക തെറ്റായ പ്രവർത്തികളിലേക്ക് പോവുക അതുകൊണ്ട് ഈമാൻ കുറയും എന്ന് വഅഹ്ലുഹു ഫീഹി അലാ തഫാദുലി ഹൽ അൻത കൽ അംലാകി ഔ കറുസുലി വഅഹ്ലു ഈമാൻ്റെ അഹ്ലുകാർ സത്യവിശ്വാസികൾ ഫീഹി അതിലുണ്ട് ആ ഈമാൻ്റെ വിഷയത്തിലുണ്ട് അലാ തഫാദുലിൻ പല പല പദവികളിലാണ് ഏറ്റക്കുറച്ചിലുണ്ട് തഫാവുത്തുണ്ട് എന്നതാണ് ഹൽ അന്ത കൽ അംലാക്കി നീ മലക്കുകളെ പോലെയാണോ ഔ കർ റസുലി അല്ലെങ്കിൽ അംബിയാ മുർസലിങ്ങളെ പോലെയാണോ അല്ലല്ലോ അപ്പോൾ അവരുടെ അത്ര ഈമാൻ നിൽക്കില്ലല്ലോ ഏറ്റക്കുറച്ചിലുണ്ട് എന്നർത്ഥം വൽഫാസിഖുൽ മില്ലിയുൽ ഇസ്യാനി ലം യുൻഫ അൻഹു മുത്ലഖുൽ ഈമാനി ഫാസിഖ് അധർമ്മിയായ വ്യക്തി അല്ലെങ്കിൽ തെറ്റുകൾ പ്രവർത്തിച്ച വ്യക്തി അയാൾ മില്ലി എന്ന് പറഞ്ഞാൽ മില്ലത്തിലുള്ള മുസ്ലിമായിട്ടുള്ള എന്നാൽ അയാൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ അയാൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അധർമ്മം പ്രവർത്തിച്ചിട്ടുണ്ട് ദുൽ അസ്യാനി ധിക്കരിക്കുന്ന പ്രവർത്തികളുള്ള അയാൾ ഈമാനുഹു ലം യുംഫ അൻഹു അയാളെ തൊട്ട് നിഷേധിക്കപ്പെടുന്നതല്ല മുത്തലഖുൽ ഈമാനുണ്ട് എന്നത് മുത്തലഖായ നിലക്ക് അയാൾക്ക് ഈമാനുണ്ട് അപ്പോൾ അയാൾ ഈമാൻ്റെ പുറത്താണ് കാഫിറാണെന്ന് പറയാൻ പറ്റില്ല ലാക്കിൻ ബിഖദ്രിൽ ഫിസ്ഖി വൽ മആസി ഈമാനുഹു മാ സാല ഫിൻതിഖാസി ലാക്കിൻ പക്ഷേ ബിഖദ്രിൽ ഫിസ്ഖി അയാളുടെ അധർമ്മത്തിൻ്റെ കണക്കിന് വൽ മആസി പാപങ്ങളുടെയും കണക്കിന് തോന്നിയാസത്തിൻ്റെയും പാപങ്ങളുടെയൊക്കെ ചെയ്തതിൻ്റെ കണക്കിന് ഈമാനുഹു അയാളുടെ ഈമാൻ എന്താകും മാസാല ഫിൻതിഖാസി അതിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും അത് കൂടുതലാകും തോറും അധർമ്മ പ്രവർത്തികളും തെറ്റുകളും പാപങ്ങളും അത് കൂടുന്തോറും ഈമാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും വലാ നഖൂലു ഇന്നഹു ഫിന്നാരി മുഖല്ലദും ബൽ അംറുഹു ലിൽ ബാരി വലാ നഖൂലു നമ്മൾ പറയുകയില്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറയില്ല എന്ത് ഇന്നഹു ഫിന്നാരി ഈ പാപിയായ അയാൾ നരകത്തിലാണ് എന്ന് മുഖല്ലദും ശാശ്വതമായിട്ട് നമുക്ക് കലാകാലാണ് നരകത്തിലാണെന്ന് പറയാൻ പറ്റില്ല ബൽ അംറുഹു പക്ഷേ അയാളുടെ കാര്യം ലിൽ ബാരി സൃഷ്ടികർത്താവിനാണ് അള്ളാഹു അവൻ്റെ കാര്യം എങ്ങനെയാണ് ഈ പാപിയുടെ കാര്യം തഹ്ത മശീഅത്തിൽ ഇലാഹിൻ നാഫിദ ഇൻഷാ ഫഅൻഹു വ ഇൻഷാ അഖദ ഇലാഹിൻ്റെ അള്ളാഹുവിൻ്റെ മശീഅത്തിന് കീഴിലാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് അഫ്വ് നൽകും അഫാൻഹു അവന് മാപ്പ് നൽകും അള്ളാഹു ഉദ്ദേശിച്ചാൽ ആഹദഹു അവനെ പിടികൂടും ശിക്ഷിക്കും എന്നർത്ഥം പക്ഷേ ശിക്ഷ എന്താണ് എങ്ങനെയാണ് ബിഖദ്രി ദംബിഹി ഇലൽ ജീനാനി യഖ്റുജു ഇൻ മാത അലൽ ഈമാനി ബിഖദ്രി ദംബിഹി അയാളുടെ പാപത്തിൻ്റെ കണക്കിന് ശിക്ഷിക്കും പിന്നെ ഇലൽ ജിനാനി സ്വർഗത്തിലേക്ക് എങ്ങനെ യഖ്റുജു അയാൾ പുറപ്പെടും അയാളെ സ്വർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകും നിശ്ചിത ശിക്ഷ നരകത്തിൽ കഴിഞ്ഞ ശേഷം ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ കൊണ്ടുപോയി എന്നും വരാം ഇൻ മാത അലൽ ഈമാൻ അവൻ ഈമാനിലായിട്ട് മരിച്ചാൽ ഷിർക്കൻ വിശ്വാസമായിട്ട് മരിച്ചാൽ ഒരു രക്ഷയില്ല
അള്ളാഹു അല്ലാത്തവരോട് തേടുക, മൊഹീദ്ദീൻ ഷെയ്ഖിനോട് തേടുക, പാപമോചനം മൊഹീദ്ദീൻ ഷെയ്ഖിനോടും സി എം മടവൂരിനോടും ഏത് വലിയകളോടും വലിയെന്ന് വിചാരിക്കപ്പെടുന്നവരോടും പറയപ്പെടുന്നവരോടും നബിമാരോടും മലക്കുകളോടും ഒക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്ന എന്ത് ചോദ്യവും ചോദിക്കുക, എന്ത് അപേക്ഷയും ആകാം, എന്ത് പ്രാർത്ഥനയാവാം. അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഒരാൾ മരിച്ചാൽ, അതുപോലെ ഷിർക്കിൽ അത്തരം ഷിർക്കൻ വിശ്വാസങ്ങളിലായിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ബന്ധപ്പെട്ടവരൊക്കെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇത് ബാധകമല്ല, അവർ ശാശ്വതമായിട്ട് നരകത്തിലായിരിക്കുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. والأرض تيسير الحساب في النبأ من يناقش الحساب عذبا. മൻ യുനാഖഷിൽ ഹിസാബ, ഹിസാബ് കർക്കശമായി ഉള്ളവൻ, ഉദ്ദിബ അവൻ ശിക്ഷിക്കപ്പെടും. ഹലക്ക എന്ന് വന്നിട്ടുണ്ട് ചില ഹദീസുകളിൽ, ചില റിപ്പോർട്ടുകൾ ഉദ്ദിബ മൻ നൂഖിഷൽ ഹിസാബ് ഉദ്ദിബ. അപ്പോൾ അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അവൻ ലഘുവായ വലത് കയ്യിൽ ഗ്രന്ഥം നിൽക്കപ്പെടുന്ന ലഘുവായ ഹിസാബ് ഉണ്ടാവുന്നതാണ്. ആ ലഘുവായ ഹിസാബ് എന്ന് പറഞ്ഞാൽ അർദാണ്. അർദ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൈസീറുൽ ഹിസാബ്, ഹിസാബ് ലഘുവാക്കലാണ്. അവന് ജസ്റ്റ് അവൻ്റെ പാപങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കും. അവന് അതൊരു ഷോ മാത്രമാണ്, കാണിച്ചു കൊടുക്കൽ. പിന്നെ അപ്പോൾ ഹദീസിൽ വന്നിട്ടുള്ളത് മയ്യുനാഖഷിൽ ഹിസാബ ഉദ്ദിബ, ആർക്ക് ഹിസാബ് കർക്കശമാക്കപ്പെടുന്നുവോ അവൻ നശിച്ചു, അല്ലെങ്കിൽ അവന് ശിക്ഷിക്കപ്പെട്ടു എന്ന്. അത് സത്യനിഷേധികൾക്ക് ആണ് അത്തരത്തിലുള്ള കർക്കശമായിട്ടുള്ള ഹിസാബ്. വലാ നുകഫിറു ബിൽ മആസി മുഅ്മിന ഇല്ലാ മഅസ്തിഹ്ലാലിഹി ലിമാ ജനാ. വലാ നുകഫിറു, നാം കാഫിറാക്കുകയില്ല, ബിൽ മആസി പാപങ്ങൾ കാരണമായിട്ട്, പാപങ്ങൾ കൊണ്ട്, മുഅ്മിന ഒരു സത്യവിശ്വാസിയെ നമ്മൾ കാഫിർ എന്ന് പറയില്ല. ഇല്ലാ മഅസ്തിഹ്ലാലിഹി ലിമാ ജന, ലിമാ ജന പറഞ്ഞാൽ കുറ്റകരമായിട്ടുള്ള കാര്യം. അപ്പോൾ കുറ്റകരമായിട്ടുള്ള കാര്യം, ഹറാമായിട്ടുള്ള കാര്യം ഹലാലാണ് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ അയാൾ പ്രഖ്യാപിച്ചാൽ ഒഴികെ ഒരു മുഅ്മിനെ നമ്മൾ പാപം കാരണമായിട്ട് കാഫിർ എന്ന് പറയില്ല. പാപം എന്ന് പറഞ്ഞാൽ ഷിർക്കല്ലാത്ത പാപം, ഷിർക്ക് ചെയ്താൽ പിന്നെ കാഫിർ തന്നെ. وتقبل التوبة قبل الغرغرة كما أتى في الشريعة المطهرة. وتقبل സ്വീകരിക്കപ്പെടുന്നതാണ് തൗബ ഖബല അൽ ഗർഗറ, ഗർഗറക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂഹ് തൊണ്ടക്കുയിലെത്തുന്ന അവസ്ഥക്ക് മുമ്പ് തൗബ, പശ്ചാത്താപം സ്വീകരിക്കപ്പെടുന്നതാണ്. ആ മരിക്കുക എന്ന് ഉറപ്പായി മരണം തുടങ്ങിക്കഴിയുന്ന സമയത്ത് തൗബ സ്വീകരിക്കപ്പെടുന്നതല്ല. കമാ അതാ ഫി ശരീഅത്തിൽ മുത്തഹറ, വിശുദ്ധമായ ശരീഅത്തിൽ വന്നിട്ടുള്ളത് പോലെ. അത് ഹദീസിൽ വന്നിട്ടുണ്ട്, തൗബ സ്വീകരിക്കൂല ആ സമയത്ത് എന്ന്. അമ്മാ മതാ തുലഖു അൻ ത്വാലിബിഹാ ഫബിതുലൂഇ ശംസി മിൻ മഗ്രിബിഹാ. ഷംസ് സൂര്യൻ, മഗ്രിബ് പടിഞ്ഞാറിൽ നിന്ന് തുലുവാകുമ്പോൾ, ഉദിക്കും, സൂര്യൻ പടിഞ്ഞാറിൽ ഉദിക്കുമ്പോൾ നാളിൻ്റെ അവസാനത്തെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താകും? തൗബയുടെ വാതിൽ അടക്കപ്പെടുന്നതാണ്. പിന്നെ തൗബ സ്വീകരിക്കില്ല, പശ്ചാത്തപിക്കാൻ അവസരമില്ല, അതിന് മുമ്പ് നന്നാവുക. അപ്പോൾ ഓരോരുത്തരുടെയും ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ അടുത്ത നിമിഷമാവും നമ്മൾ മരിക്കുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ തൗബയോടുകൂടി സന്നദ്ധമായിട്ടിരിക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങാൻ റെഡി ആയിട്ടിരിക്കണം ഏത് സമയത്തും.